പ്രിയപ്പെട്ട സിനോച്ച, ജോമലച്ചൻ, എബിൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ബന്ധുക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, അയൽവക്കംകാരെ, നമ്മൾ എബിൻ്റെ കല്യാണമാണ് നാളെ. അതിൻ്റെ തലേ ദിവസമുള്ള വീട്ടിലെ പ്രാർത്ഥനയും കുടുംബാംഗങ്ങളുടെ സന്തോഷത്തിൽ പങ്കെടുക്കുവാനുമായി നമ്മൾ ഇന്നിവിടെ ആയിരിക്കുക. ഒരു നിമിഷം നമുക്ക് ദൈവത്തെ ഓർക്കാം. നല്ല തമ്പുരാന്റെ മുമ്പിൽ ഈ മകനെ സമർപ്പിക്കാം. നാളെ മുതൽ മരണം വരെ ജീവിക്കേണ്ട ഒരു ജീവിതത്തിന് ആരംഭം തുടങ്ങുന്നു. അത് ദേവാലയത്തിൽ വെച്ച് പ്രാർത്ഥനയോടു കൂടിയാണ്, ദൈവാനുഗ്രഹത്തോടു കൂടിയാണ്. എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. സന്തോഷവും സമാധാനവും പരസ്പര സ്നേഹവും നിറഞ്ഞ ഒരു നല്ല കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിന്നായി ഇവിടെ ആയിരിക്കുമ്പോൾ മനസ്സിലുള്ള രൂപം എബിൻ്റെ രൂപമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എബിനെ പരിപൂർണമായും സമർപ്പിക്കാം. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേ ദീപമേ. കേഴുവാത്മാവി ആശവീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ഏതാനും നിമിഷങ്ങൾ ദൈവികമായ ചിന്തകൾക്ക് നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും നമുക്ക് വിട്ടുകൊടുക്കാം. കുടുംബജീവിതം ദൈവ സാന്നിധ്യത്താൽ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ജീവിതമാണ്. പരസ്പരം വിശ്വസ്തയോടെ, സ്നേഹത്തോടെ, ക്ഷമിച്ചും സഹിച്ചും ത്യജിച്ചും കൊടുത്തും കൊണ്ടും ആദരവോടെ ബഹുമാനത്തോടുകൂടെ ജീവിക്കേണ്ട ഒരു ജീവിതം. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള സാന്നിധ്യവും ഇടപെടലും ആവശ്യമായിട്ട് വരുന്ന ഒന്നാണ്. ഈ പറഞ്ഞ മൂല്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ്. അത് നമുക്ക് ലഭിക്കുക പ്രാർത്ഥനയിലൂടെ മാത്രമാണ്. യാക്കോബിന്റെ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ ദൈവത്തെ പ്രസാദിപ്പിക്കുക പ്രാർത്ഥനയോടെ മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഈ മകനെ ജന്മം കൊടുത്തു വളർത്തി മറ്റൊരു കുടുംബത്തിലേക്ക്, ഒരു കുടുംബം സൃഷ്ടിക്കുവാൻ, ഒരു കുടുംബത്തിന് രൂപം കൊള്ളുവാൻ പ്രാപ്തനായി എന്ന് മനസ്സിലാക്കിയപ്പോൾ
ഒരു പുതിയ ജീവിതം നയിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. തീർച്ചയായിട്ടും എബിൻ്റെ മുൻപിലെ ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത് പ്രിയപ്പെട്ട മാതാപിതാക്കളാണ്. ഈ കുടുംബത്തിൽ ഒരംഗം കൂടി വരികയാണ്, ആനീസ്. 3 പേര് മാത്രമുണ്ടായിരുന്ന കുടുംബത്തിൽ 4ാമത് ഒരാളും കൂടി ഈ കുടുംബത്തിലേക്ക് വരുമ്പോൾ ആ മകളെ അവളുടെ എല്ലാ നന്മകളോടും കൂടി, അവളുടെ കുറവുകളോടുകൂടി അവളെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കുറവുകളെ നിറവുകളാക്കുവാനായിട്ട് ഈ കുടുംബത്തിലെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടൊപ്പമുള്ള ജീവിതം അതിലേക്ക് വളർത്തുവാനായിട്ട് സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ മകനെ സമർപ്പിക്കുന്നു. നാളെ ഒരു പുതിയ വിവാഹ ബന്ധത്തിലേക്ക് ഈ മകൻ പ്രവേശിക്കുമ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെയും ഇന്നിവിടെ ആയിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥന ഇവന്റെ കുടുംബജീവിതത്തിന് ഒരു അനുഗ്രഹമായിരിക്കട്ടെ. ക്ഷമിക്കുവാനും പൊറുക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനും സഹിക്കുവാനും ബഹുമാനിക്കുവാനും ആദരിക്കുവാനുമുള്ള നല്ല മനസ്സ് ഈ മകന് കൊടുത്ത് അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ട മാതാപിതാക്കള് പ്രാർത്ഥനകൾ ആ മകനിലേക്ക് ആവസിക്കുകയാണ്. ഈശോയെ, ഇവന്റെ ജീവിതാവസാനം വരെ ഏറ്റവും വിശുദ്ധിയിൽ നസ്രത്തിലെ കുടുംബം പോലെ മാതൃകാപരമായി ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ കുടുംബത്തെയും ഈ മകനെയും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ പെൺകുട്ടിയെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അനശ്വരരത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുൻപ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇനി നാളെ മധുബോഗയിൽ തമ്പുരാന്റെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് എബിനും ആനീസും തിരഞ്ഞെടുക്കാൻ പോകുന്ന അവരുടെ ജീവിതത്തെ വീഞ്ഞായി മാറ്റുവാൻ, അതും മുന്തിയ തരത്തിലുള്ള വീഞ്ഞായി മാറ്റുവാനുള്ള ഒരു ആശീർവാദത്തിനായി നമ്മളെല്ലാവരും ഒരുങ്ങുകയാണ്. ഈ ഭവനത്തിലായിരിക്കുകയും നമ്മൾ ഈ വിവാഹത്തെ കുറിച്ച് ധ്യാനിക്കുകയും തമ്പുരാന് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തമ്പുരാനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എബിന് വേണ്ടിയാണ്. ഇന്നേ ദിവസം തന്നെ ആനീസിന് വേണ്ടി പ്രാർത്ഥനകൾ നടക്കുന്നു. ഈ എബിന്റെ ജീവിതത്തിലേക്ക് ഇന്നോളം അവൻ ജീവിച്ച ജീവിത മേഖലയേക്കാൾ ഉപരിയായിട്ട് അവൻ ഏറ്റെടുക്കാൻ പോകുന്ന തീരുമാനത്തിന്മേൽ തമ്പുരാന്റെ ആശീർവാദം ലഭിക്കുവാനും അത് ജീവിത അവസാനം വരെ കാത്തു സൂക്ഷിക്കുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക. ഇവനോട് വ്യക്തിപരമായിട്ട് സംസാരിക്കാൻ ഇടയായപ്പോൾ നമസ്കാരങ്ങൾക്കിടയിൽ അവരോട് ഞാൻ ചോദിക്കുകയുണ്ടായി, മകനെ, ഇന്ന് നീ കാണുന്ന ഈ വിവാഹ ജീവിതം പോലെ മുന്നോട്ട് നയിച്ചാൽ മതി. ഇന്ന് നടക്കുന്ന പല വിവാഹ ജീവിതങ്ങളും ഒലിഞ്ഞു പോകുന്ന നിമിഷങ്ങൾ മാത്രമുള്ള ഒരു കാഴ്ച ഇതിനോട് പങ്കുവെക്കുകയുണ്ടായി. സിനിമകളിലൊക്കെ കാണുന്നത് പോലെ എന്നും പ്രണയകാര്യങ്ങളും സൗന്ദര്യപരമായും സന്തോഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വളരെ സത്യസന്ധമായി എബി പറഞ്ഞു, ഇല്ല, കുറവുകളും ദുഃഖങ്ങളും സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള ഒരു കുടുംബജീവിതമാണ് എന്റെ അപ്പനും അമ്മയും എന്റെ മുമ്പിൽ കാഴ്ചവെച്ചത്. ഒത്തിരി നന്ദിയോടുകൂടെ സഹിച്ചവനെയും ജോലി ചേച്ചിയും ഓർക്കുകയാണ്. ഈ ഒരു മകനെ വിവാഹം എന്ന ഉദാസികളെ ഒരുക്കുവാൻ തക്ക വിധം പുണ്യപ്പെട്ട ജീവിതങ്ങൾ കുറവുകളുടെയും ബലഹീനതകളുടെയും അപ്പുറമായിട്ട് നിങ്ങളുടെ കുടുംബ ജീവിതത്തിലൂടെ ദൈവം നിങ്ങൾക്ക് ദാനമായി നൽകി ഈ മകനെ നിങ്ങൾ കൊടുത്ത ആശീർവാദവും നിങ്ങൾ കൊടുത്ത നിങ്ങളുടെ ജീവിതവുമാണ് നമ്മൾ ഓർക്കുക. ഈ അപ്പനും അമ്മയും ഈ കുടുംബത്തിൽ എങ്ങനെയാണോ നിനക്ക് മാതൃകയായത്, ഈ ഒരു മാതൃക
നിന്റെ ജീവിതത്തിലും വരും തലമുറയ്ക്കും നീ പകർന്നു കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാ. ഒരു കുടുംബം ഉണ്ടാകാൻ നാളെ ആരംഭം കുറിപ്പിക്കുമ്പോൾ അവിടെ രൂപാന്തരപ്പെടുന്നത് സഭയുടെ ഒരു ചെറിയ പതിപ്പാണ്. എവിടെയാണ് പുരുഷനും സ്ത്രീയും ഒന്നായി ജീവിക്കുന്നത്, അവിടെയാണ് സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. വരും തലമുറയ്ക്ക് എവിന്റെയും ആനീസിന്റെയും ജീവിതമായിരിക്കട്ടെ മറ്റുള്ളവർക്ക് മാതൃകയായി മാറേണ്ടത്. ഇനിയും നിങ്ങളെ കണ്ടുകൊണ്ട് ദൈവം നിങ്ങളിലൂടെ ലഭിക്കുന്ന കുഞ്ഞുങ്ങളെ ഏറ്റവും അനുഗ്രഹപ്രദമായി വളർത്തുവാനും അവർക്കും വിശ്വാസ ജീവിതം പകർന്നു കൊടുക്കുവാൻ തക്ക വിധത്തിലുള്ള ദമ്പതിമാരായി നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാമ്മയുടെയും നല്ല തമ്പുരാന്റെയും ആശീർവാദത്താൽ നിങ്ങളുടെ ജീവിതമാകുന്ന കൽഭരണിയിലെ പച്ചവെള്ളത്തെ അവിടുന്ന് ആശീർവദിച്ച് അത് മുന്തിയ വീഞ്ഞായി രൂപാന്തരപ്പെടുത്തട്ടെ. നിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശ്വസിക്കുക. മണ്ണിൽ വിരിഞ്ഞല്ലോ മാണിക്യപ്പൂങ്കുയിലാളെ, ഇനി പാറിപ്പറക്കണം പാട്ടൊന്നു പാടണം കൂടെ ഇരിക്കാൻ വാ. എത്താ കൊമ്പില്ല ഇനിയും വിട്ടാൽ വീഴില്ല, കിട്ടാ പൂവില്ല തീയും തൊട്ടാൽ കൊള്ളില്ല. എങ്ങെങ്ങും പൊന്നോണക്കിളി വന്നതുപോലുണര്. എത്താ കൊമ്പില്ല ഇനിയും വിട്ടാൽ വീടില്ല, കിട്ടാ പൂവില്ല തീയും തൊട്ടാൽ കൊള്ളില്ല. ഒരു ബാൻഡടി കൊമ്പുകുഴൽ കോൽക്കളി ഇടവക പള്ളിയിൽ വരിയായി വെൺമേഘം. കാലത്തെ ഓരത്ത് പൂക്കൾ വിൽക്കണ പൂക്കാരി വാനത്തുതിച്ചത് മണ്ണിൽ വിരിഞ്ഞല്ലോ മാണിക്യപ്പൂങ്കുയിലാണെ, ഇനി പാറിപ്പാറക്കണം പാട്ടൊന്നു പാടണം കൂടെ ഇരിക്കാൻ വാ. എത്താ കൊമ്പില്ല ഇനിയും വിട്ടാൽ വീടില്ല, കിട്ടാ പൂവില്ല തീയും തൊട്ടാൽ കൊള്ളില്ല. ഈ പരിപാടിയിൽ വന്നവർക്ക് ഉണ്ണിച്ചട്ടയുടെ പേരിലും നമ്മളുടെ തോണക്കര ഫാമിലിയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പരിപാടി എന്താന്ന് എല്ലാവർക്കും അറിയത്തില്ലേ? അറിയാണ്ടാണോ വരുന്നേ? അപ്പം നമ്മളിപ്പോ ഉണ്ണിച്ചട്ടായി ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ സുന്ദരനും ബാക്കി പറയണ്ടല്ലോ, സുന്ദരനും സുമുഖനുമായ ഉണ്ണിച്ചട്ടായിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു.
ഉണ്ണിച്ചേട്ടാന്റെ പാരന്റ്സിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അയ്യപ്പന് ജോലിയാൻ്റെയും ഉണ്ണിച്ചേട്ടാനെ മധുരം വെക്കാൻ വേണ്ടി എൽന ചേച്ചിനെയും ജോമോൻ ചേട്ടാനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. आयो रे शुभ दिन आयो आयो रे शुभ दिन आयो എല്ലാവർക്കും ഉഷാറില്ലാത്ത അപ്പൊ നമ്മുടെ എബിന്റെ മധുരം കൊടുക്കാണ്. എബിന് മധുരം കൊടുക്കട്ടെ, എബിന് മധുരം കൊടുക്കട്ടെ, നമ്മുടെ എബിന് മധുരം കൊടുക്കട്ടെ. शुभ दिन आयो मन ने भायो नयो नयो सो रंग आयो होठों पे मुस्कान गुलाबी लायो रे होठों पे मुस्कान गुलाबी लायो रे आयो रे शुभ दिन आयो रे आयो रे शुभ दिन आयो रे चंदा लाजो दीपक लाजो झगमग तारे लाई जो जी झगमग तारे लाई जो झगमग तारे लाई जो जी झगमग तारे लाई जो झगमग तारे लाई जो जी खुशियाँ बांटूं दिल में सबके साकर मिसरी भर दो जी अरे घूमर रसिया मीठा मीठा गाओ रे आयो रे शुभ दिन आयो रे आयो रे शुभ दिन आयो रे आयो रे शुभ दिन आयो रे केसरियो रंगीलो आयो सूरज सो चमकीलो आयो केसरियो रंगीलो आयो सूरज सो चमकीलो आयो दिन ये प्यारो किस्मत वालो आयो रे दिन ये प्यारो किस्मत वालो आयो रे मंगल गाओ शुभ दिन आयो बल बल जाओ शुभ दिन आयो दूसरी बातों शुभ दिन आयो झूमो नाचो शुभ दिन आयो हर जोक पुराओ शुभ दिन आयो रंग उड़ाओ शुभ दिन आयो फूल सजाओ शुभ दिन आयो जश्न मनाओ आयो रे शुभ दिन आयो 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 शुभ दिन வடக்கே கேட்டு பாரு என்ன பத்தி சொல்லுமா சர்தா கிடா போலே என் பேரத்தான் மெல்லுமா